നിങ്ങൾ മിക്കവാറും ഉപേക്ഷിക്കുമ്പോൾ അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് മികച്ചതാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നീ എന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂട്ടുന്നത്. നിങ്ങളെ താഴെയിറക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ എന്നത്തേക്കാളും ശക്തമാക്കുന്ന എന്തെങ്കിലുമൊന്ന് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യുന്നതാണ്. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങിവരും. നിങ്ങൾക്ക് നിറവേറ്റാനുള്ള ഇച്ഛാശക്തിയില്ലെങ്കിൽ പ്രചോദനം ഒരിക്കലും നിങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. മറ്റുള്ളവർ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ കൂടി നല്ല ഓർമ്മകൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ശരിയായ പ്രചോദനം അനുഭവിക്കാൻ ശരിയായ ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കുക. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിനെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചയെ പ്രകാശപൂരിതമാക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രചോദനം ആവശ്യമാണ്. കുടുംബങ്ങളിൽ ആയാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയം എന്നത് ഉണ്ടാകുന്നതാണ്. ശരിയായ പ്രചോദനം നിങ്ങളെ ബാധിക്കുന്നതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നിങ്ങൾക്കറിയില്ല. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാക്കാനും ഇല്ലാത്തത് ഉണ്ടാക്കാനും അധികം സമയം വേണ്ടിവരില്ല. ശരിയായ പ്രചോദനത്തോടെ ശരിയായ ആളുകളുടെ സഹായത്തോടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ ജീവിത ഗെയിമിൽ വളർന്നു. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സമയം പ്രയോജനപ്പെടുത്തുക. വിജയം മാറ്റിവെക്കുന്നത് ഒരേ സമയം പ്രചോദനം മാറ്റിവെക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ആളുകൾ പറഞ്ഞാൽ അവർ വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കഴിയുന്നത് തെളിയിക്കാനുള്ള അവസരമാണിത്. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം തികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. താക്കോൽ ഇല്ലാതെ നിങ്ങൾക്കൊരു പൂട്ടിയ വാതിൽ തുറക്കാൻ കഴിയില്ല. പ്രചോദനം കൂടാതെ വിജയത്തിലേക്കുള്ള വഴി അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. മോശം അവസ്ഥയിൽ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചു. എഴുന്നേറ്റുനിന്ന് പര്യവേക്ഷണം ചെയ്യുക. കാരണം ജീവിതം ഇനിയും
അവസാനിച്ചിട്ടില്ല. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചുനിൽക്കുന്നു. അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചുനിൽക്കുന്നു. അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത്. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്ത് അറിയിക്കുവാനും അങ്ങനെ ചെയ്യണം. പ്രചോദനം ഉള്ളപ്പോൾ നഷ്ടപ്പെടുന്നത് നാണക്കേടായി കണക്കാക്കില്ല. ഇത് തിളക്കമുള്ള ഭാഗത്തേക്കുള്ള നിങ്ങളുടെ ചെറിയ ചുവടാണ്. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്ത് അറിയിക്കുവാനും അങ്ങനെ ചെയ്യണം. ഒരുവന്റെ പര്യന്തരങ്ങൾ നിന്നും അവൻ എന്നതിൻ്റെ പരിമിതികൾ ഞാൻ അറിയാത്തെങ്കിലും അവൻ എങ്ങനെ പൂർത്തിയിലേക്ക് മുഴക്കം ചെയ്യുന്നു അത് കാണിക്കുന്നു. ആശാവാദം താനും പരിശ്രമങ്ങളും ജീവിതത്തിനുള്ളിലും നിറഞ്ഞവയാണ്. നിങ്ങളെ അതിനു പിന്നായി യാതൊന്നും കിട്ടിയിട്ടില്ല. അവസാനം എങ്ങനെയും അധികം കാണിക്കും. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം. കഠിനമായി പ്രവർത്തിക്കുന്നത് പ്രതിഫലമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ചെയ്യുക. എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. നീ അത് ചെയ്യാം, അതുമാത്രം, ഇപ്പോഴും, അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്നും നിനക്ക് തിരിച്ചറിയും. പോയത് പോയി, വരാനുള്ളത് വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് കാര്യം. ഹാപ്പിനെസ് ഇൻ ദാറ്റ് മൊമെന്റ്. എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ഹാപ്പിയാണ്. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല. അത് ലഭിക്കുന്നതിന് നൽകുന്നതിലൂടെയാണ്. ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ കഴിയൂ. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല.